ഹായ്, വെൽക്കം ടു സുമി ടോക്കീസ്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഒഡീസി ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. സ്ക്രീൻസ് കുറവായിട്ടുള്ളതുകൊണ്ട് കുറച്ച് പേര് ഇനി കാണാൻ ബാക്കിയുണ്ട്. നോർമൽ സ്ക്രീനിൽ കണ്ടവരൊക്കെ കുറച്ച് പേരുണ്ട്. അവർ തീർച്ചയായിട്ടും വീണ്ടും ഐമാക്സിൽ പോയിട്ട് കാണണം. ഈ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇതിനൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല. നമുക്കറിയാം ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ടാഗ് എന്ന് പറയുന്നത് എൻറ്റയർലി ഐമാക്സ് 70mm ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വേൾഡിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. അപ്പോൾ അതിന് നോളൻ എടുത്ത എഫേർട്ട് എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ ഒഡീസി. ഹാറ്റ്സ് ഓഫ് ടു നോളൻ. മാത്രമല്ല ഇതിൻ്റെ ഒരു വിഷ്വൽ റിച്ച്നെസ്, അതുപോലെ പിന്നെ ഓവറോൾ ഇതിൻ്റെ ഒരു സ്കെയില്, പിന്നെ ഒരു പീരീഡ് പ്രോപ്സ്, പിന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഴ്സ് ഓഫ് കോഴ്സ്, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഈ സിനിമയുടെ പാർട്ടായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ മേലെ നിൽക്കുന്ന എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഒരു യുണീക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാം. അത് ഈ ക്യാരക്ടേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് ഇമോഷണൽ കണക്റ്റാണ്. നമ്മളുടെ ഇടയിൽ ഒരു ബാരിയർ ഇല്ലല്ലോ. ഈ CGI വിഷ്വൽ എഫക്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ട് നമ്മളിവിടെ ഡയറക്റ്റായിട്ടാണ് ഇവരെ കണക്ട് ചെയ്യുന്നത്. അതിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു എപ്പിക് ഫിലിമിലൊന്നും നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുള്ള കാര്യമല്ല. എനിക്ക് പേഴ്സണലി അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് നോളൻ്റെ ഇത് ഒഡീസിയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എപ്പിക്കാണ് അല്ലേ. എത്ര നമ്മൾ ഷോർട്ടസ്റ്റ് വേ പോസിബിൾ നോക്കിയാലും കുറച്ച് സമയം വേണ്ടി വരും. അപ്പം ഞാൻ ഏറ്റവും ഷോർട്ടായി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ സിനിമയുടെ ഒരു കോണ്ടെക്സ്റ്റ് അറിയാലോ. ഇതിൻ്റെ ഒരു ട്രോജൻ വാർ, ലോകത്തിലെ തന്നെ നമ്മൾ ഹിസ്റ്ററിയിൽ, ഇതുപോലത്തെ ഒരു എപ്പിക് ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഒരു വാർ സ്ട്രാറ്റജിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഒഡീസിയസ്. അങ്ങനെ ഒഡീസിയസിൻ്റെ അങ്ങനത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ട്രോജൻ ഹോഴ്സ്. എല്ലാവർക്കും അറിയാലേ. ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ 10 കൊല്ലം നീണ്ടു നിന്ന ട്രോജൻ വാർ എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് സിറ്റി ഓഫ് ട്രോയ് ഇവർ കോൺകർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഒഡീസിയസ് വളരെയധികം നോസ്റ്റാൾജിക്കായ ഒരു മനുഷ്യനാണ്. 10 കൊല്ലമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആൾക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. അതായത് ഭാര്യ പെനലപ്പി, അതുപോലെ മകൻ ടെലിമാക്കസ്, ഇവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ കാര്യമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലല്ലോ, ഇവിടെ ആളുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അങ്ങനെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലല്ലോ വേറെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒഡീസിയസ് അടുത്ത 10 കൊല്ലവും ഒരു സീല് കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. സീ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന ലാൻഡുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ലോക്കാണ് ബേസിക്കലി. 10 കൊല്ലം, അടുത്ത 10 കൊല്ലം വീട്ടിലെത്തുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് ആക്ച്വലി ദ ഒഡീസി എന്ന് പറഞ്ഞ ജേണി. അത് തന്നെയാണ് ഈ സിനിമ. അപ്പോൾ ദ ഒഡീസി എന്ന് പറയുന്നത് ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ജേണിക്ക് പറയുന്നതാണ്. അങ്ങനത്തെ ഒരു ജേണി, അങ്ങനത്തെ ഒരു ഒഡീസിയാണ് നമ്മുടെ ഒഡീസിയസ് ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കേട്ടോ നമ്മൾ ഇപ്പോൾ നോളൻ എന്തുകൊണ്ട് ഇത് അഡാപ്റ്റ് ചെയ്തു? കാരണം മുൻപ് ഒരുപാട് അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്, സീരീസുകളുണ്ട്, സിനിമകളുണ്ട്. അപ്പം നോളൻ എന്തായാലും ഇങ്ങനത്തെ ഒരു സിനിമ വീണ്ടും എടുക്കുമ്പോൾ നോളൻ്റെ മനസ്സിൽ, നോളൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരാതിരിക്കില്ലല്ലോ. അത്തരം ചേഞ്ചസ് തീർച്ചയായിട്ടും സിനിമയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഒറിജിനൽ ഉണ്ടല്ലോ, നമ്മളുടെ ഹോമറിൻ്റെ എപ്പിക് പോയമായിട്ടുള്ള ഒഡീസി, അതിൽ നിന്ന് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത് എവിടെയൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും കറണ്ട് ടൈംസ് ആയിട്ട്, അങ്ങനത്തെ ഒരു ലിബർട്ടി തീർച്ചയായിട്ടും നോളൻ എടുത്തിട്ടുണ്ട്. അതല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഒറിജിനലോട് ജസ്റ്റിസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം, നോളൻ ഇതിലൊരു മിഡ് പേസ് ആണ് കേട്ടോ. സിനിമയുടെ പേസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം പേസിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇത് നോളൻ സിനിമയല്ല എന്നൊക്കെ പലർക്കും തോന്നാനുള്ളൊരു കാരണം. പക്ഷെ അത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയ്ക്ക് നല്ലതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കറണ്ട് സ്ക്രിപ്റ്റാണ്. അതായത് എപ്പിക് സിനിമകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ക്രിപ്റ്റ് അല്ല. മാക്സിമം അത് ഹ്യൂമനൈസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ ഹ്യൂമനൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു സംഭവമുള്ളതെന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതലായിട്ട്, അതായത് നമ്മളിപ്പോൾ മാറ്റ് ഡാമൻ്റെ ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു ഡിസഗ്രിമെൻ്റ് ഉള്ളത് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ
ഒരു വൾണറബിലിറ്റി ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാറ്റ് ഡാമൻ അവിടെ കുറച്ച് ആപ്റ്റായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പൊളിറ്റിക്സിൻ്റെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നോളൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓപ്പൺഹൈമറിന് ശേഷം ഈ സെലിബ്രേറ്റഡ് ഹീറോസിൻ്റെ അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി അത് വളരെയധികം നോളനെ ഇമ്പ്രസ് ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനെ ഇവരുടെ ഒരു മെൻ്റൽ സ്പേസിലേക്ക് ഡീപ്പ് ഡെൽവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹേമറിൻ്റെ അത്രയ്ക്കൊന്നുമില്ല, അത് അറിയാലോ അതെങ്ങനെയാണെന്ന്. പക്ഷേ അതിൻ്റെ ഒരു ഷെയ്ഡ് ആക്ച്വലി ഇതിൽ ഒഡീസിയസിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആൻറ്റി വാർ സംഭവം അത് നന്നായിട്ട് ഇതിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒരു വാർ ഹിസ്റ്ററി ആണല്ലോ. അപ്പോൾ അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമോ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോളനൈസേഷനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് CS ലോ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ. പിന്നെ ഇതിൽ മെയിനായിട്ട് ഈ ഒരു ഇത്തരം ഒരു പൊളിറ്റിക്കൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലിൽ നമ്മുടെ ഗ്രീക്ക് മിത്തോളജി അതിന് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതില്ലാതെ ഒരു ഒഡീസി ഇല്ലല്ലോ. അപ്പോൾ അത് ആ ക്യാരക്ടേഴ്സിനെ നോളന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ക്യാരക്ടേഴ്സിനെ എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് സംഭവങ്ങളും കുറച്ച് ഇങ്ങനത്തെ ആളുകളെ കൊമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിനിമേനെ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസിക് തീമായിട്ട് വരുന്ന ഈ നോസ്റ്റോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നോസ്റ്റാൾജിയ, അതായത് ഹോം കമ്മിങ് ഓർ ദ റിട്ടേൺ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ടിൽ ഈ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഹീറോനെ വെച്ചിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും ഒറിജിനലായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് എന്താണ് ഫോക്കസ് എന്ന് ചോദിച്ചാൽ സിനിമയുടെ, അതായത് ഇപ്പം നമ്മൾ മോർട്ടൽസ് ആയിട്ടുള്ള നമ്മളുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, റിയൽ ഇമോഷൻസ്, റിയൽ കണക്റ്റ്, റിയൽ പീപ്പിൾ, അവരായിട്ടുള്ള നമ്മളുടെ ഒരു ഇൻട്രാക്ഷനും അവരുമായിട്ടുള്ള നമ്മുടെ ജീവിതവും, നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകളുള്ളത് എവിടെയാണ്? നമ്മുടെ വീട്ടിലാണല്ലോ, നമ്മുടെ ഹോംലാൻഡിലാണല്ലോ. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് എത്താനുള്ള നമ്മുടെ ഒഡീസിസിൻ്റെ ലോങ്ങിങ്, അതിൻ്റെ ആ ജേണിയിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഒരുപാട് പിന്നെ ഗോഡ്സസ് അതുപോലെ പിന്നെ ഡീമൻസ്, വിച്ചസ്, ഇങ്ങനെയൊക്കെ ആള് കണ്ടുമുട്ടുന്നുണ്ട്. പല ഓഫേഴ്സും കിട്ടുന്നുണ്ട്, പലതരം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും അടിയിൽ പിന്നെ എപ്പോഴും ഒഡീസിയസ് എന്ന് പറഞ്ഞ ഈ എപ്പിക്വാ ഹീറോ, ആൾക്ക് വേണ്ടത് ഈ ഒരു മോർട്ടൽ കണക്ഷനാണ്. അതിൻ്റെ ഒരു ഹ്യൂമനൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു നല്ല രീതിയിൽ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം. ആ ഒരു ഇമോഷനാണ് ത്രൂ ഔട്ട് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുക. വേറൊരു ലൈഫ് ലെസൺ ഉള്ളത് ഒഡീസിയസിൻ്റെ കാര്യത്തിൽ അത് വായിച്ചവർക്കൊക്കെ അറിയാം. അതായത് നമ്മളൊരു ഒരു റോങ് ഡിസിഷൻ മതി നമ്മുടെ ലൈഫിനെ അടുത്ത 10 കൊല്ലത്തേക്ക് ലോക്കാക്കാനായിട്ട്. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. അതും ഇതിൽ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ബേസിക് തിയറി. അപ്പം നമ്മൾ പിന്നെ പോകുന്നതിന് മുൻപ് ഈ ഗ്രീക്ക് മിത്തോളജി, അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമ ഒന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മെയിനായിട്ടും നമ്മുടെ സൈക്ലോപ്സ്, വൺ നൈറ്റ് ഡീമൻ ആണ്. അപ്പോൾ അവരുടെ റേസാണ് ഈ സൈക്ലോപ്സ്. അപ്പോൾ അതിൽ പോളിഫിമസിൻ്റെ അച്ഛൻ ഇത് നമ്മുടെ പെസോഡിയൻ, അത് ഗോഡ് ഓഫ് സീ ആണ്. ഇവർ രണ്ടുപേരും ഇട്ട് കൊടുക്കുന്ന ഒരു പണിയാണ് ആക്ച്വലി ഒഡീസിസിന് പണിയാവുന്നത്. അത്യാവശ്യം നല്ല പണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. പിന്നെ സൗണ്ട് ഓഫ് സൈറൻസ് ഉണ്ട്, പിന്നെ ഹേഡിയസ് ഉണ്ട്, ഇത് ലാൻഡ് ഓഫ് ദി ഡെഡ് ആണ്, സെർസി ഉണ്ട്, പിന്നെ എന്താണ് കലിപ്സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ സിലയുണ്ട്, അതൊരു 600 മിത്തോളജിക്കൽ ക്രീച്ചറാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അത് വലിയ കാര്യമായിട്ട് പഠിക്കണം എന്നല്ല, ഇൻഫർമേഷനൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കണക്റ്റ് എളുപ്പമായിരിക്കും, നമുക്കങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നറേറ്റീവ് പറയാട്ടോ. ഈ നറേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ നോളൻ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും
വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആട്ടോ, ഒന്നും ഡീകോഡ് ചെയ്യാനൊന്നുമില്ല. കുറച്ച് ഒരു നോൺ ലീനിയർ ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർട്രയലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം സോൺസ് ഒക്കെ മാറുന്നുണ്ട്, അതൊന്നും നമ്മൾ അറിയ പോലുമില്ല. കാരണം ഇതൊരു എപ്പിക്കല്ലേ, ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മിത്തോളജിയൊക്കെ മിക്സ് ചെയ്യുന്നൊരു സ്റ്റോറിയിൽ നമുക്കതൊരു വലിയ സംഭവമല്ല. കാരണം ടൈം ഇവിടെ ഭയങ്കരമായിട്ട് ടൈം ആക്ച്വലി നമ്മൾക്ക് കോൺഷ്യസ് ആക്കാത്ത ഒരു എപ്പിക്കാണ് ദ ഒഡീസി എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം അതിൻ്റെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത് ലോക്ക് ചെയ്യപ്പെട്ട ടൈമും കൂടിയാണ്. അതാണ് ഇതൊരു സത്യം. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇത് നോക്കാം. പിന്നെ വേറൊരു വലിയ ക്യാരക്ടറിനെ പറയാൻ മറന്നു, അത് നമ്മുടെ ദ സീ ആണ് കേട്ടോ. സീ ഇല്ലാതെ എന്ത് ദ ഒഡീസി അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ ക്യാരക്ടർ, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സീ ആണ്. സീ വോയേജ് ആണല്ലോ മൊത്തം. അപ്പോൾ അതിൻ്റെ എല്ലാവിധ ട്രബിൾസും ചാലഞ്ചസും, പിന്നെ ഒഡീസിയസിൻ്റെ അവസ്ഥ അറിയാലോ. ഒഡീസിയസിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കേഴ്സും ഉണ്ട്, എല്ലാം കൂടിയിട്ടുള്ള പണിയാണ്. അപ്പോൾ അത് ഈ ഹോമർ പറഞ്ഞിട്ടുണ്ട്, റെഡ് വൈൻ സീ എന്നാണ് റെഫർ ചെയ്തിട്ടുള്ളത് ഹോമറിൻ്റെ ദ ഒഡീസിയിൽ. അതെന്തും എങ്ങനെയാണെന്ന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അറിയോ സിനിമയിൽ. മോസ്റ്റ് ഓഫ് ദി ടൈം സിനിമ ഈ ക്യാരക്ടേഴ്സിൻ്റെ ടർബുലൻസ് പോലെ തന്നെയാണ് സീയും നിൽക്കുന്നത്, കണക്റ്റഡ് ആണ്. അതിൻ്റെ ടോൺ പോലും അങ്ങനെയാണ്. പിന്നെ ഇതിൽ കുറച്ച് സമയത്ത് മാത്രമാണ് നമ്മൾ ഈ പ്ലസൻ്റ് ആയിട്ടുള്ള സീ ഒക്കെ കാണുന്നത്, അതിന് റീസൺ ഉണ്ട്. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അധികം, അതായത് നമുക്ക് അങ്ങനെ ഒരു റാങ്കിങ് വെച്ച് പറയല്ലോ കേട്ടോ, എന്നാലും കുറച്ചും കൂടി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഷോട്ടുകൾ, അതായത് ഈ ഒരു ടർബുലൻസിനെ നമ്മൾ മാറ്റി നിർത്തുന്ന ഷോട്ടുകൾ വരുന്ന കലിപ്സോ ആയിട്ടുള്ള സംഭവത്തിലാണ്. ഒജിജിയോ ഐലൻഡിൽ നമ്മൾ ഒഡീസിയസ് എത്തുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതാണ്. അവിടെ എത്തിയിട്ട് ഈ നമ്മുടെ കലിപ്സോ എന്ന് പറയുന്നത് ഒരു നിംഫാണ്. അപ്പോൾ അവർ ഒരു ഓൾമോസ്റ്റ് ഒരു 7 years അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് വളരെ പ്ലസൻറ്റ് സീ ആണ്, വളരെ ഹ്യൂമനൈസ്ഡ് ആയിട്ട് ഡയലോഗ്സ് ആണ്. ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു ഷെയിം ഷെയർ ചെയ്യാനുണ്ട്. അതായത് എനിക്ക് ചാർലീസ് തെറോണിനെ കണ്ടിട്ട് മനസ്സിലായില്ല, ഓരോ സിനിമയിലും ഓരോ തരം എക്സ്പ്രഷൻസും ലുക്കും ആണല്ലോ ഈ ചാർലീസിന്. അപ്പം നമ്മൾ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ, ഭയങ്കര റിഫ്രഷിങ് ആണ്, ഭയങ്കര ഭംഗിയിലിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ ഇതിൽ സേഴ്സി നമ്മുടെ പിന്നെ സെമാൻഡ മോർട്ടൺ നല്ല യുണീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. സേഴ്സി ഒരു ഫെമിനിസ്റ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഓൾറെഡി അറിയാലോ, അത് സത്യമാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു പോർട്രയൽ. പിന്നെയുള്ളത് സെൻഡായ എന്ന് പറയുന്നത് ഗ്രീക്ക് ഗോഡസ് അഥീനയാണ്. അപ്പോൾ അഥീനനെ 2 വേർഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒഡീസിയസിൻ്റെ ഒരു കോൺഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ സൗണ്ട് ഓഫ് സൈലൻസിൻ്റെ കാര്യം അല്ലേ, അത് പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ 2 ടെക്നിക്കൽ ആൾക്കാരെ, ഒരുപാട് ടെക്നിക്കൽ ആൾക്കാരെ പറയാനുണ്ടെങ്കിലും നമ്മൾ ലിമിറ്റ് ചെയ്ത് 2 പേരെ നമുക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ ഒന്നാമത്തെ ആൾ ഈ സൗണ്ട് ഓഫ് സൈലൻസ് പറഞ്ഞപ്പോൾ നമുക്ക് ലുഡ്വിഗ്, നമ്മുടെ 3 ഓസ്കാറൊക്കെ കിട്ടിയിട്ടുള്ളതാണ് മൂപ്പരോട്. പിന്നെ നോളൻ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക്. പിന്നെ അവലോ പോലുള്ള ഏൻഷ്യൻ ഗ്രീസ്, പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വേണം അല്ലേ, മോഡേൺ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരോടാ പറയുന്നല്ലേ, ലുഡ്വിഗിനോടാണ്. പിന്നെ അത് നീറ്റായിട്ട് ഇത്രയും നല്ലൊരു മ്യൂസിക് കമ്പോസിഷൻ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര രസമാണ്, ഇംപ്രസീവാണ്, അത് പറയാൻ പറ്റില്ല. പിന്നെ അടുത്ത ആൾ നമ്മുടെ ഹോയ്ത്മ, ക്രിസ്റ്റഫർ നോളിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ. ആള് ഈ സീ ഷോട്ടുകൾ മാത്രമല്ല എല്ലാ ഷോട്ടുകളും എങ്ങനെയാണല്ലേ ഇത്ര ഒരു ഹെഫ്റ്റി ക്യാമറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, ഇതൊരു ചാലഞ്ചാണ്. എന്തായാലും ഷോട്ടുകളൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അതൊന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ പിന്നെ വേറെ ക്യാരക്ടേഴ്സ് ആരാണ് ഇനി പറയാനുള്ളത്? പിന്നെ ഹെലൻ ഓഫ് ട്രോയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺട്രവേഴ്സി മാത്രമേ ഉള്ളൂ കേട്ടോ. സിനിമയിൽ അങ്ങനെ അത്ര വലിയ റെഫറൻസ് അല്ലെങ്കിൽ വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല. ഈ ഹെലൻ ഓഫ് ട്രോയിനൊന്നും വലിയ റോളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ നമ്മുടെ ലുപ്പിറ്റ നോക്കിയോൻ്റെ കാസ്റ്റിംഗ് ആണല്ലോ ഇപ്പോഴത്തെ വിഷയം. ഇപ്പം ഞാനതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊളിറ്റിക്സ് എനിക്ക് എന്നെ കൺസേൺ ചെയ്യുന്ന സംഭവമല്ല, എനിക്ക് കടക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നി, അതൊരു ഇന്നസെൻറ്റ് കാസ്റ്റിംഗ് അല്ല. നമ്മളുടെ നോളൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻക്ലൂസിവിറ്റി അല്ലേ,
ട്രാൻസ്മാൻ, അതുപോലെ ഇത് നമ്മുടെ ഈ ബ്ലാക്ക് സംഭവം. പിന്നെ ഉള്ളത് ഒരു ഇന്ത്യനെ കണ്ടു, അതായത് ഹിമേഷ് പട്ടേൽ, പിന്നെ ഒഡീസിയസിൻ്റെ ആർമി ഗ്രൂപ്പിൽ ഒരു ഇന്ത്യൻ. അതൊക്കെ എന്താണെന്നറിയില്ല, നമുക്ക് ഹിസ്റ്ററി വലിയ പിടിയില്ല, പക്ഷെ എന്നാലും ഒരു ഇൻക്ലൂസിവിറ്റി എല്ലാവരുടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലേ എന്നൊരു സംശയം, സെർസി അടക്കം. അതായത് സെർസി പറയുന്ന പൊളിറ്റിക്സ്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്താക്കയാണ്. ഇത്താക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇത്താക്കയുടെ കിങ് ആണ്, ഒഡീസിയസ്. അപ്പോൾ ഒഡീസിയസ് മടങ്ങി ഹോം കമ്മിങ് അവിടേക്കാണ്, ഹോംലാൻഡാണ്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷനും കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവിടേക്ക് തന്നെയാണ് സിനിമയും എൻഡ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു പെനലപ്പി, അറിയാലോ, ഭാര്യ നമ്മുടെ ആൻ ഹാതവേയാണ്. കോസ്റ്റ്യൂം, മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കാണാനും ആക്ടിങ്ങും നല്ലതായിരുന്നു. പിന്നെ മകനായിട്ട് നമ്മുടെ ടോം ഹോളണ്ടാണ് ടെലിമേക്കേഴ്സായിട്ട് വരുന്നത്. ഒക്കേഷ് അഭിനയമാണ്, സാറ്റിസ്ഫാക്ടറി ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ അവിടെ പെനലപ്പിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 108 സ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊരു സിയൂസ് ലോ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ സിയൂസ് ലോ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് റെഫർ ചെയ്തിട്ട് വരുന്നുണ്ട് എല്ലാവരുടെയും. അത് ഈ വളരെ സിമ്പിളാണ്, ഗസ്റ്റായാലും ഹോസ്റ്റായാലും പാലിക്കേണ്ട, പിന്നെ വളരെ കോഡിയലായിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസിനെയാണ് സിയൂസ് ലോ എന്ന് പറയുന്നത്. നമ്മുടെ സിയൂസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ എല്ലാവർക്കും കണക്ട് അറിയുന്ന ഒരു ഗോഡാണ്, നമ്മുടെ ഹെലൻ്റെ അച്ഛനാണ്. ഭയങ്കര ഈസി അല്ലേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് കോളനൈസേഷൻ റെഫർ ചെയ്യാൻ പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഇവരുടെ ലീഡർ എന്ന് പറയുന്നത് റോബർട്ട് പാറ്റിൻസൺ ആണ്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. ആ ക്യാരക്ടറിനോട് എനിക്കൊരു ജസ്റ്റിസ് ചെയ്ത പോലെയാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഇത്താക്കയുടെ ഈ സംഭവങ്ങൾ ഷോട്ടുകൾ കൂടി ആകുമ്പോൾ ആർഗോസ് ഉണ്ട്, നമ്മളുടെ ഒഡീസിയസിൻ്റെ ലോയൽ ഡോഗ്, പിന്നെ അങ്ങനെ അവിടുത്തെ കുറച്ച് സീക്വൻസുകൾ കൂടിയുണ്ട്. അപ്പം ആ ഒരു ലാസ്റ്റ് ആക്ടിൽ കുറച്ചൊരു പിച്ച് കൂടുന്നുണ്ട് സിനിമയ്ക്ക്. അതുവരെയുള്ളൊരു ക്യാരക്ടറിന് കുറച്ച് മാറി അങ്ങനെ ഒരു വെൽ റൗണ്ടഡ് ആയിട്ട് അവസാനിക്കുന്ന ശരിക്കും ഒറിജിനൽ ഒഡീസിയുടെ ഒരു സ്റ്റോറി തന്നെയാണ്. അങ്ങനെയാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ദ ഒഡീസി ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർവെൽമിങ് ഫിലിം എക്സ്പീരിയൻസ് ആണ് നോളൻ്റെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് സംഭവം ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ തോന്നിയത്. ഈ സിനിമ നിങ്ങൾ മിസ് ചെയ്യരുത്, കാരണം അത് അങ്ങനത്തെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഈ പറയുന്ന കമൻറ്റ് പോലെയൊന്നുള്ളൊരു സിനിമയല്ല ദ ഒഡീസി, അതെനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഈ സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് എനിക്കൊരു കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എവിടെയോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. അതെന്താണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോവാത്തവരൊക്കെ ഐമാക്സിൽ തന്നെ കാണുക. പിന്നെ കണ്ടവരൊക്കെ നിങ്ങളുടെ ഈ ഐമാക്സ് എക്സ്പീരിയൻസും സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.